ജിമ്മി, ഈ ചോദ്യത്തിലൊരു കൗശലമുണ്ട്. അത് പ്രേക്ഷകർ മനസ്സിലാക്കും. ഇതിൽ ആരുടെ കണക്ക് തെറ്റുമെന്ന് നമ്മൾ ചോദിച്ചിട്ടില്ല. കണക്ക് എന്തായാലും ഒരാളുടെ തെറ്റുമല്ലോ സ്വാഭാവികമായും. ഒരു സ്ഥാനാർത്ഥിയല്ലേ വിജയിക്കൂ. അപ്പോൾ കണക്ക് മൂന്ന് പേരുടെ കണക്ക് മൂന്ന് പേരുടെയും കണക്ക് തെറ്റും എന്നുള്ളതാണ്. പിന്നെ മൂന്നാമത്തെ സ്ഥാനാർത്ഥിക്ക് അത്ര വലിയ കണക്കില്ല. നില മെച്ചപ്പെടുത്തുമെന്നൊരു ആത്മവിശ്വാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്കിൽ വേണം. പക്ഷേ പി വി എൻവറിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെയാണല്ലോ. 25,000 എന്നൊരു കണക്കുണ്ട്. അപ്പോൾ കണക്ക് തെറ്റുമോ എന്നുള്ളതാണ്. തെറ്റതെങ്കിൽ ആരുടെ കണക്കെന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നു ഞാൻ. അത് അതിനു മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ ഈ പോളിംഗ് ശതമാനം ഇങ്ങനെ വരുമെന്നുള്ളത് ആരും പ്രതീക്ഷിച്ചതല്ല. പോളിംഗ് ശതമാനം എത്ര കുറയുമെന്നതിനെക്കുറിച്ച് നമ്മൾ തർക്കിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാവരും പോളിംഗ് ശതമാനം, ശ്രീ ആൻഡ്രി അഗസ്റ്റിൻ മാത്രമാണ് പോളിംഗ് ശതമാനം കൂടും എന്ന് പറഞ്ഞത്. കൂടിയില്ലെങ്കിൽ ഇതിനടുത്തൊക്കെ വന്നു. അപ്പോൾ അതൊരു അത്ഭുതകരമാണ്. കാരണം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലൊന്നും നമ്മളിത് കണ്ടില്ല. ജനം എന്തോ കരുതിക്കൂട്ടി വന്ന് വോട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിനകത്തെ ഒരു ഒന്നാമത്തെ ടേക്ക്. അങ്ങനെ ഒരു കാര്യമായൊരു പോളിംഗ് ഉണ്ടായിരിക്കുന്നു നിലമ്പൂരിൽ. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഏതോ ഒരു ഫാക്ടർ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ആൻറ്റി ഇൻകംബൻസി ആണോ, അതോ സർക്കാരിനോട് അങ്ങനെ വിരോധമൊന്നുമില്ല, സർക്കാരിന് അനുകൂലമായിട്ടാണോ? ഇനി അതല്ല, തിരഞ്ഞെടുപ്പിലെ 4ാം കക്ഷിയായ പി വി അൻവറിന് അനുകൂലമായി ജനങ്ങൾ ഇറങ്ങിയതാണ്. എന്തുകൊണ്ടാണ് ആളുകൾ സാധാരണ കാണാത്തതുപോലെ ഉപതെരഞ്ഞെടുപ്പിൽ ഇത്ര കാര്യമായി വോട്ട് ചെയ്തത്? എങ്ങനെയാണ് പോളിംഗ് ശതമാനം ഇത്രയും എത്തിയത്?